ഹലോ ഗായ്സ്, വെൽക്കം ടു റേച്ചൂസ് യൂട്യൂബ് ചാനൽ ജോണി വിത്ത് റേച്ചൽ മരിയ. ഇന്നത്തത് ഒരു കുഞ്ഞു വ്ലോഗാണ്. റേച്ചുവിൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ്. ഞാനും ഇച്ചാനുമില്ലാതെ റേച്ചുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നാട്ടിലെ ഗ്രാൻഡ് പാരൻസിൻ്റെയും കസിൻസിൻ്റെയും അങ്കിൾമാരുടെ ആൻറ്റിമാരുടെയൊക്കെ കൂടെ ആഘോഷിക്കുന്ന ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ മാർച്ച് 24 റേച്ചുവിൻ്റെ ബർത്ത്ഡേ. റേച്ചുവിന് സ്കൂളിൽ എക്സാംസ് ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയും റേച്ചുവിൻ്റെ ബർത്ത്ഡേ 25th ഈവനിങ് ആണ് സെലിബ്രേറ്റ് ചെയ്തത്. 24th ഇച്ചാൻ്റെ അമ്മയൊക്കെ കേക്കൊക്കെ മേടിച്ചിട്ട് റേച്ചുവിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയും എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മ ആഘോഷിച്ച ആ വീഡിയോയും നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരണേ. കൂട്ടത്തിൽ ഞാനും ഇച്ചാനും റേച്ചുവിന് കൊടുത്ത ഒരു സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. അപ്പോൾ ഇത് 24th ഈവനിങ് ഇച്ചേൻ്റെ അമ്മയും ചേട്ടനും ചേച്ചിയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ് സെലിബ്രേഷനാണ്. അവരൊരു കേക്കൊക്കെ മേടിച്ച് റേച്ചുവിന് പുതിയ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചിട്ട് അവർ റേച്ചിനെ കേക്ക് കട്ടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെയും ചേച്ചിയുടെയും മോളാണിത്, യുബ ഗ്രേസ്. ആദ്യക്കുട്ടനും എല്ലാവരുമായിട്ട് റേച്ച് നല്ല ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അച്ഛനും അമ്മയും ആൻറ്റിമാരും അങ്കിളും എൻ്റെ കസിൻസും ഒക്കെ കൂടിയിട്ട് റേച്ചുവിന് 25th സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. ഇത് അവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ആമി വാവയാണ് കേട്ടോ. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോളാണ് ആമി. അപ്പോൾ ആമിയൊക്കെ ആയിട്ടായിരുന്നു സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. ഇതെൻ്റെ അച്ഛനും അമ്മയുമാണ് റേച്ചിൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ ആങ്ങളെയാണ്. അങ്ങനെ എല്ലാവരും കൂടെ റേച്ചിൻ്റെ സെലിബ്രേഷൻ ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം സെലിബ്രേഷനൊന്നും വേണ്ടാന്ന് വിചാരിച്ചായിരുന്നു, എന്നാലും അവർ റേച്ചിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്തു. ഇനി ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമയമാണ്. ഇതായിരുന്നു ഞങ്ങൾ റേച്ചുവിന് വേണ്ടിയിട്ട് കൊടുത്ത ഗിഫ്റ്റ് ഹാമ്പർ. ഇത് ഞാനൊന്ന് ഓടിച്ച് കാണിക്കുവാണ്. ഇത് പ്രത്യേകം അൺബോക്സ് ചെയ്യുന്നത് പോലെ നിങ്ങളെ ഇതിനകത്തുള്ള സാധനങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ റേച്ചു എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ കാണിക്കാം. ഇതിനകത്ത് റേച്ചു കുറേ തവണയായിട്ട് അപ്പോഴപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അവൾക്ക് വേണമെന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് 2 ഫോട്ടോ ഫ്രെയിംസും ദുബായിലുള്ള ഓർമ്മകൾ വെച്ചിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസും ഒരു കൊറിയൻ ഡയറി, കുറച്ച് നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഹെയർ ക്ലിപ്സ്, ബ്രേസ്ലെറ്റ്, ബാംഗിൾസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, അവളുടെ പേര് എഴുതിയിട്ടുള്ള വാട്ടർ ബോട്ടിൽ, ഒരു കുഞ്ഞ് വാലറ്റ്, കുറച്ച് ചോക്ലേറ്റ്സ്, ഇതൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. റേച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഒരുപാട് താങ്ക് യു അമ്മ, താങ്ക് യു അച്ഛ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു വീഡിയോയും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് അമ്മയും അച്ഛനും തന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ശരിയാ ഗൈസ്, എനിക്ക് അമ്മയും അച്ഛനും തന്ന ഗിഫ്റ്റാണിത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാം ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന സാധനങ്ങളാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആ സാധനങ്ങൾ കാണാം. ഓക്കെ, നമുക്കപ്പോൾ ആ സാധനങ്ങൾ കാണാം. ഞാൻ ഇതുവരെ ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല, ചുമ്മാ പറഞ്ഞാണ്. ആദ്യം തന്നെ എനിക്കൊരു ബോട്ടിലാട്ടോ ഗൈസ്. റേച്ചൽ മരിയ, സൈഡിൽ റേച്ചൽ മരിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. റേച്ചൽ മരിയ ലവ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് രണ്ടാമതായിട്ട് ഒരു ലെറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ റേച്ചൽ. Happy birthday. I hope this special day is filled with joy, laughter and all the things you love most. You deserve all the happiness in the world.
as you celebrate another year of life, may you embrace new adventures and create wonderful memories. Here's to a fantastic year ahead. Love from mom and dad. ഗൈസ്, എനിക്ക് ഈ ലെറ്റർ ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഒരു 3 കിറ്റ്കാറ്റാണ് ഗൈസ്, 3 കിറ്റ്കാറ്റ്. ഇനി ഞാൻ ജനിച്ചപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ, ജനിച്ച ഉടനെ എടുത്തൊരു ഫോട്ടോയാണ്. റേച്ചൽ മരിയ, മാർച്ച് 24, ജനിച്ചത് മാർച്ച് 24, 2017. അടുത്തതായിട്ട് ഒരു ഫ്യൂസിൻ്റെ ഒരു മിഠായിൻ്റെ ഒരു ചെറിയ പാക്കറ്റ്. ഇനി ഞാൻ ഒരു കുഞ്ഞ് പേഴ്സാണ് കേട്ടോ, ഇതിനകത്തുണ്ട് നോക്കാം. ഏതൊരു ഇത് നോക്കി ഗൈസ്, അകത്തുണ്ട് 2 കുഞ്ഞ് വള. ഇതൊരു വള, ഇതൊരു വള. എനിക്ക് 2 വളയും നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാം ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ എല്ലാവരുടെയും ഗ്രീനിൻ്റെയും ബ്ലൂൻ്റെയും പിങ്കിൻ്റെയും റെയിൻബോയിൻ്റെയും കളറിലുള്ള കുറച്ച് ബ്രേസ്ലെറ്റാണ് കണ്ടോ, ഇരിക്കുന്ന ബ്രേസ്ലെറ്റ് തൂങ്ങിക്കിടക്കുന്നത്. ഇനി അടുത്തതായിട്ട് എനിക്ക് കുറച്ച് സ്ലൈഡാണ്. ഈ സ്ലൈഡ് എല്ലാം ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്ലാൻ ലവ്ലി ഡയറിയാണ് ഗൈസ്, ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചത്. ക്യൂട്ട് ഡയറിയല്ലേ, വാങ്ങണമെന്ന് വിചാരിച്ചില്ല. ഇനി അവസാനമായിട്ട് നമ്മുടെ ഒരു ഫോട്ടോ. ഇതെല്ലാം ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എടുത്തതാ കേട്ടോ. ഇതെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ ഈ ഗിഫ്റ്റ് ബോക്സിൻ്റെ മേലിൽ ഹാപ്പി ബർത്ത്ഡേ റേച്ചൽ മരിയ എന്ന് എഴുതിയിരിക്കുന്ന റേച്ച് കാണിക്കുന്നത്. പിന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ലിഡിൻ്റെ ഭാഗത്ത് റേച്ചുവിൻ്റെ കുറച്ച് ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിക്കുവാണ് റേച്ചു എന്തായാലും റേച്ചുവിൻ്റെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. 2 കേക്ക് കട്ടിങ്ങും സെലിബ്രേഷനൊക്കെ ആയിട്ട് ഫുൾ ഹാപ്പി ആയിരുന്നു. ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അതിലും ഹാപ്പിയായി. അപ്പോൾ ഈ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇത് സർപ്രൈസായിട്ടെല്ലാം അറേഞ്ച് ചെയ്തതും എൻ്റെ ഫ്രണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ റേച്ചുവിൻ്റെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.